സുജാതേ, നിന്റെ അമ്മാവൻ വന്നിരിക്കുന്നു, വേഗം വാ. ഇത് ചമ്മന്തിപ്പൊടി, ഇത് കടുമാങ്ങാക്കർ, ഇത് നിന്റെ തലമുടി ഒഴിച്ചിൽ തേക്കാനുള്ള എണ്ണ, ഇത് മിനിക്ക് അമ്മാവന്റെ സ്പെഷ്യൽ ലേഹ്യം തടി ചുരുങ്ങാൻ. അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞത് പതിവായിട്ട് ചെയ്യാറുണ്ടോ? ഉണ്ടമ്മാവാ, എന്നും രാവിലെ 6 മണിക്ക്. വെറുതെ അമ്മാവാ, 2 ദിവസം ചെയ്തു, അത് കഴിഞ്ഞപ്പോ നിർത്തി. മേല് മുഴുവനും വേദനയത്രേ. അയ്യോ, അത് പറ്റില്ല. ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കണം. നിർത്തിയാൽ ഗുണത്തെക്കാളേറെ ദോഷമാണ്. അതിരിക്കട്ടെ, ഡോക്ടറമ്മ എന്താ വീട്ടിലേക്ക് എഴുത്തയക്കാത്തത്? അവിടെ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞൂടെ? അയ്യോ, ഭയങ്കര മടിയാണ് അമ്മാവാ. ഇവക്ക് വേണ്ടി എല്ലാം ഞാനാ ചെയ്യുന്നത്. ഇനി ഇങ്ങനെ പോയാൽ ഇവളെ പല്ല് തേപ്പിച്ച് ഞാൻ തന്നെ കുളിപ്പിക്കേണ്ടി വരുമെന്നാ തോന്നുന്നു. ഇനി എല്ലാ ആഴ്ചയിലും സുജയുടെ അമ്മയ്ക്ക് ഞാൻ കത്തയക്കാം. അമ്മാവൻ എന്തിനാ ഇങ്ങോട്ട് പോരുമ്പോ ഇതൊക്കെ ചുമന്നുകൊണ്ട് പോരുന്നത്? യാത്രയ്ക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ഇത് നിന്റെ അമ്മ എടുത്തു വെച്ചതിന്റെ 10-1 ഭാഗമില്ല. അമ്മാവൻ നിനക്ക് വേണ്ടിയിട്ടല്ല, പിന്നെ ആർക്ക് വേണ്ടി ഇതൊക്കെ കെട്ടിച്ചു പോകുന്നോണ്ട് തന്നെ അല്ലേ മിനി? ആട്ടെ, ഇപ്പൊ ഡോക്ടർ അമ്മയ്ക്ക് കൂലിന്റെ ശല്യമൊന്നും ഇല്ലല്ലോ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കുറെ പിള്ളേർ കൂവിക്കൊണ്ട് പോകും. അപ്പൊ ഞാൻ കഴിഞ്ഞ് നീ ഇപ്പൊ വീട്ടിലെത്തി കാണും. അമ്മാവനിരിക്കും, ഞങ്ങൾ ഡ്രസ് മാറിയിട്ട് വരാം. ശരി ശരി ശരി. അയ്യോ, ശരിക്കും കളി ഗണേഷ്, 2 ഫസ്റ്റ് ഇയേഴ്സ് വന്നിട്ട് നമുക്ക് വരട്ടെ? വാട്ട് യു സേ? പിന്നെ എന്താ സംശയം? പോയി വിളിച്ചോണ്ട് വാ. സാറ് വിളിക്കുന്നു പറ, ഞാൻ അപ്പുറത്തിരിക്കാം. ഓക്കെ ഓക്കെ. എന്തിനാ ഗണേഷ് ഈ പിള്ളേരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? സാർ ഒന്ന് പോയാട്ടെ. മെഡിക്കൽ കോളേജ് പഠിക്കാൻ വരുന്ന പിള്ളേരുടെ ആദ്യത്തെ പരിശീലനമാണ് ഈ റാഗിങ്. സാർ ഇതിലൊന്നും ഇടപെടണ്ട, ഞങ്ങൾ കൈകാര്യം ചെയ്യണം കേട്ടാ. താൻ എന്ത് വേണേ ആയിരിക്കും, ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല. ഓ ഓ ഓ, ഒരു സമാധാന പരിപാലകൻ. ഇവരാണ് ഞാൻ പറഞ്ഞ കക്ഷികൾ. ഇവരെ ഒരു പരുവത്തിലാക്കി എടുക്കണം. സാർ ആരാണെന്ന് മനസ്സിലായോ? ഇല്ല. സാറാണ് ഈ കോളേജിലെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ. സാറിനെ തൊഴ. നിങ്ങൾ ഇരിക്കണം. എവിടെ ഇരിക്കാനാ? സാങ്കല്പിക കസേരയിൽ ഇരിക്കണം. മനസ്സിലായില്ലല്ലേ? അയ്യോ, സാറ് ക്ഷമിക്കണം, കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായില്ല. പിഞ്ച് മനസ്സുകളായതുകൊണ്ടാ. പഠിച്ചേ എങ്കിൽ സാങ്കല്പിക കസേര എന്താണെന്ന് വർഗീസ് ഒന്ന് കാണിച്ചു കൊടുക്കണം. ആ കുഞ്ഞുങ്ങളെ, ഈ സാങ്കല്പിക കസേര എന്നാൽ കസേര ഇല്ലാതെ തന്നെ കസേര ഉണ്ട് എന്ന ധാരണയിൽ ഇരിക്കുക. മനസ്സിലായ കുഞ്ഞുങ്ങളെ? 12-ാം നൂറ്റാണ്ടിൽ ഇത്തരം കസേരകൾ ധാരാളം ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെ മനസ്സിലായോ? കുഞ്ഞുങ്ങൾ ഇരിക്കൂ. സ്ലോലി റിലാക്സ് റിലാക്സ്. നോക്കിയാട്ടെ. ഇവിടെ മൂട്ടയുടെ ശല്യം വളരെ കൂടുതലാണ്. കടിക്കുന്നതായി തോന്നുന്നുണ്ടോ? ഇല്ല. ആ കസേരയിൽ കാണുകയില്ല. എന്നാൽ മറ്റേ കസേരയിൽ മൂട്ട ധാരാളമുണ്ട്. കടിക്കുന്നതായി തോന്നുന്നില്ലടോ? കുറേശ്ശെ. തന്റെ പേരെന്താ? ജനാർദ്ദനൻ. തന്റെയോ? അലക്സാണ്ടർ വൈദ്യർ. കൂവാൻ അറിയാവോന്ന് നോക്കട്ടെ. രണ്ടുപേരും ചേർന്ന് ബുദ്ധിപരമായി ഒന്ന് കൂവിക്ക്. മോശം. പോരെ സാർ, ഒരു ലൈഫ് ഇല്ല. കുഞ്ഞുങ്ങൾ നന്നായിട്ട് കൂവി തെളിയേണ്ടിയിരിക്കുന്നു. വാട്ട് യു സേ? കാല് കഴിക്കുന്നു. എന്താ വർഗീസേ ജനമർദ്ദനൻ പറഞ്ഞത്? കുഞ്ഞുങ്ങൾക്ക് കാല് കഴിക്കുന്നു. അതിനുള്ള പ്രതിവിധി എന്താണെന്ന് ആലോചിച്ച് പറയും. സാങ്കല്പിക കട്ടിലാണ്. ഇപ്പൊ കഴിക്കുന്നില്ല. നാളത്തെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കൂ വർഗീസേ. ഓ കുഞ്ഞുങ്ങളെ, നാളെ ഇന്റർ കോളേജ് ഫൈനൽസ് ആണ്. നമ്മുടെ കോളേജും കോട്ടയം മെഡിക്കൽ കോളേജുമായി ഏറ്റുമുട്ടുകയാണ്. നാളെ രാവിലെ നിങ്ങൾ രണ്ടുപേരും നമ്മുടെ കോളേജിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോ നമ്മുടെ ക്യാപ്റ്റന്റെ കാലിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനു വേണ്ടി
അല്പം എണ്ണ പുരട്ടി കൊടുക്കൂ. നാളെ ഭംഗിയായിട്ട് അദ്ദേഹം കളിക്കട്ടെ. സാങ്കല്പിക കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ വേണോ? വേണമെന്നില്ല. എണ്ണ സാങ്കല്പിക എണ്ണ. കുഞ്ഞുങ്ങളെ ചെല്ലൂ. വരൂ. വർഗീസേ, പണ്ട് മഹാരാജാക്കന്മാർ ഇങ്ങനെ കഴിഞ്ഞതായി ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ കഴിയുന്നത് ഞാനാ. സുജയ്, നിന്നെ ഞാൻ എവിടൊക്കെ അന്വേഷിച്ചു. നീ ഫംഗ്ഷൻ വരുന്നില്ലേ? മിനി പോയിക്കോ, ഞാൻ വരുന്നില്ല. അല്ലെങ്കിലും എനിക്കറിയാം മിനി അയാളുടെ സൈഡാണെന്ന്. എന്നാര് പറഞ്ഞു? ഞാൻ കണ്ടല്ലോ മിനി കൈയടിച്ച് തകർക്കുന്നത്. പെണ്ണുങ്ങളായാൽ കുറച്ചൊക്കെ അഭിമാനം വേണം. അന്ന് ഞാൻ കൈയടിച്ച അയാൾക്ക് വേണ്ടിയിട്ടൊന്നും അല്ല, നമ്മുടെ കോളേജിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിപ്പോ നിന്നെ ഫംഗ്ഷന് വിളിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? അന്ന് നീ പാടിയപ്പോ അയാൾ കൂവി നിന്നെ അവമാനിച്ചില്ലേ, അതിന് പകരം വിട്ടെ. എന്ന് വെച്ചാൽ ഞാനൊരു പരിപാടി ഇട്ടിട്ടുണ്ട്. ഞാനും നീയും പിന്നെ ഒരു 25 പേരോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാവരും കൂടി ഫംഗ്ഷന് പോകുന്നു. എന്നിട്ട് അങ്ങനെ മൂന്നാമതും ട്രോഫി നേടി നമ്മുടെ കോളേജ് ഹാട്രിക് സ്ഥാപിച്ചിരിക്കുക. ഈ അവസരത്തിൽ അതിന്റെ പ്രധാന ശില്പിയായ ശ്രീ ഗണേശനെ ഞാൻ ഈ സദസ്സിന് പരിചയപ്പെടുത്തുക. പ്രിയമുള്ള സുഹൃത്തുക്കളെ, എനിക്കും എന്റെ ടീം അംഗങ്ങൾക്കും നിങ്ങൾ നൽകുന്ന ഈ ആവേശകരമായ സ്വീകരണത്തിന് എങ്ങനെ നന്ദി പറയണം എന്നെനിക്കറിയില്ല. ഈ അംഗീകാരത്തിനുള്ള എല്ലാ കാരണവും നിങ്ങൾ നൽകിയ പ്രോത്സാഹനം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താ പ്രിയേ, മുഖത്തിനൊരു ഗൗരവം? ഏതായാലും നിങ്ങൾ ഇന്ന് കാണിച്ചത് തീരെ മര്യാദയായില്ല. ഒരു മര്യാദ കുറവുമില്ല. അന്ന് സുജ പാടിയപ്പോ ഗണേശൻ കൂവാമോ? അന്ന് പ്രിയ ഇതുപോലൊന്നും സംസാരിച്ചില്ലല്ലോ. എന്ന് കരുതി നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ ഗണേശന്റെ വാശി കൂടുകയല്ലേ ഉള്ളൂ. കൂടിക്കോട്ടെ. എവിടം വരെ കൂടുമെന്ന് ഒന്ന് അറിയണമല്ലോ. ഓക്കെ, ഞാനൊന്നും പറയുന്നില്ല. ഞാനിതിൽ തലയിടാതിരിക്കുക ഭേദം. അയ്യോ, ഞാൻ എന്റെ സാരി പോലും മാറിയില്ല. മെസ്സും അടച്ചു കാണും. വാ സുജി. അയ്യോ, താൻ അവർക്ക് ചെറുതായിട്ടൊരു താക്കീത് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ പെമ്പിള്ളേരെല്ലാം കൂടി നാളെ നമ്മുടെ തോളത്ത് കയറും. അവരിനി മനഃപൂർവ്വം എഴുന്നേറ്റ് പോയതാണോ എന്ന് എങ്ങനെ അറിയാം? സംശയമുണ്ടോ? അല്ലെങ്കിൽ അത്രയും പേർക്കും കൂടി ഒരേ സമയത്ത് ഒരേ മുഹൂർത്തത്തിൽ ബാത്റൂമിൽ പോകാൻ തോന്നുമോ? അങ്ങനെയാണെങ്കിൽ ഒരു കൊട്ട് കൊടുത്തേക്കാം. പിന്നെ എന്നും വൈകുന്നേരം 5 മണിക്ക് ഗായികയും സഖിയും കൂടി കോഫി ഹൗസ് ഒരു വരവുണ്ട്. അവിടെ ചെന്ന് പറഞ്ഞാ മതി. വാട്ട് യു സേ? എന്തൊക്കെയുണ്ട് പാക്കന വിശേഷങ്ങൾ? ഒന്നുമില്ല സാർ, സാറിന്റെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. ശരി, നടക്കട്ടെ.
നിങ്ങളുടെ ഇന്നലത്തെ പ്രകടനം ഉഗ്രമായിരുന്നു. നിങ്ങളിൽ ആരുടെ തലയിലാണ് ഈ ഐഡിയ പൊട്ടിമുളച്ചത്? എന്റെ 1000 കൂവലിന്റെ ഇഫക്റ്റ് ആയിരുന്നു ആ ഒരൊറ്റ ബോയ്ക്കോട്ട്. പക്ഷേ എന്നോട് ഇതുവരെ ആരും ഇങ്ങനെ പെരുമാറിയിട്ടില്ല. 5 വർഷം ഇവിടെ പഠിച്ച് ഡോക്ടറായി നാട്ടുകാരെ സേവിക്കണമെന്ന നിർബന്ധമൊന്നും എനിക്കില്ല. വീട്ടിലിരുന്നാൽ എസ്റ്റേറ്റിൽ പോകാൻ അച്ഛൻ പറയും. അതുകൊണ്ടാണ് ഞാനിവിടെ വരുന്നത്. പിന്നെ ജനനം കൊണ്ടേ ഞാനൊരു വിവരദോഷിയാണ്. എന്നോട് കുറച്ചുകൂടെ സൂക്ഷിച്ച് പെരുമാറിയാൽ അത് നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങളെന്താ വല്ലാതെ വരണ്ടിരിക്കുന്നത്? ഞാൻ ഭീഷണിപ്പെടുത്തുകയൊന്നുമല്ല. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് വിവരം കുറച്ച് കുറയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഞാൻ ചെയ്യാറുള്ളത് പോലെ നിങ്ങൾക്ക് ഒരു താക്കീത് തരികയാണ്. മേലാൽ ഇത്തരം പണികൾ ആവർത്തിക്കരുത്. ഇന്നല്ലേ പ്രിയ അനാട്ടമി പ്രൊഫസറുടെ സെൻഡ് ഓഫ് പാർട്ടി? അയ്യോ അതെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമാണിന്ന്. എന്താ? ഓ, എന്തൊരു ബോറ് ക്ലാസ് ആയിരുന്നു അങ്ങേരുടേത്. ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞപ്പോഴേ ഞാൻ മനസ്സിൽ കരുതിയതാ എത്രയും പെട്ടെന്നൊരു യാത്രയപ്പ് നൽകണമെന്ന്. പക്ഷെ ഞാൻ പോകുമായിരുന്നു. മാച്ച് ചെയ്യുന്ന സാരിയും ബ്ലൗസും ഡോബി കൊണ്ടുപോയിട്ട് ഇതുവരെ കൊണ്ടു തന്നില്ല. സാരിയും ബ്ലൗസും ഇല്ലെങ്കിലും ഞാൻ പോകും. ₹25 പാർട്ടിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളതേ, അത് മുതലാക്കണ്ടേ? എന്താ സൂചി വരുന്നില്ലേ? ഞാൻ വരുന്നില്ല. എന്തിനാ ഈ കോല് വിദഗ്ധന്മാർ വരുന്നിടത്തൊക്കെ ഞാൻ വരുന്നത്? കണ്ടോ പ്രിയേ, ഇതാണ് ഇവളുടെ കുഴപ്പം. നിനക്ക് ഗട്സ് ഇല്ലാത്തതാ കാരണം. ആര് വന്ന നിനക്കെന്താ? പിന്നെ ഹോട്ടൽ ദ്വാരകയിലെ പാർട്ടിയാ. അവിടുത്തെ മസാല ദോശ നീ തിന്നിട്ടുണ്ടോ? ഞാൻ പോന്നു. ഒരു പ്രത്യേക ക്യാരക്ടറാ അവൾ. എപ്പോഴും ഇങ്ങനെ ആദ്യം വാശി പിടിക്കും. പക്ഷേ ഞാനവളെ കൊണ്ടിരുന്ന് നോക്കിക്കും. ഹായ്, ഹലോ. നിന്റെ പരാതിയൊക്കെ മാറിയല്ലോ. പൂവൽ സംഘം ഒന്നും വന്നിട്ടില്ല. ദേ വരുന്നു. എന്ത് പാർട്ടിയാ സാറേ? ഹായ്. Dear students, I am very proud of you all. I have nothing to speak in particular. I thank you all for your kind cooperation and wish you best of luck. Thank you very much. വന്നിട്ടുണ്ടേ, ഒന്ന് പാടാൻ പറ. പറഞ്ഞ പാടൂ. പാടിക്കണം, അതല്ലേ നമ്മുടെ കഴിവ്. ഇല്ലെങ്കിൽ നമ്മുടെ പാട്ടുകൊണ്ട് അവരെ നന്നായിട്ട് നൂരാം. പോ. ഓക്കേ. സുഹൃത്തുക്കളെ, നമുക്ക് ഏറ്റവും വേദനയുള്ള ഒരു ദിവസമാണിന്ന്. നമ്മുടെ പ്രിയങ്കരനായ പ്രൊഫസർ നമ്മെ വിട്ട് എന്നേക്കുമായി യാത്ര പറയുകയാണ്. വേദന കൊണ്ട് എന്റെയും നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയം തുടിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ മനസ്സിന് സുഖം പകരാനായി ഒരു ഗാനം ആലപിക്കാൻ നമ്മുടെ കോളേജിലെ മധുര ശബ്ദമായ മിസ് സുജാതയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇല്ല, ഞാൻ പാടില്ല. ഇത്തവണ ഞാൻ ഒരിക്കലും കൂവില്ല. എന്ത് സംഭവിച്ചാലും. ഒരു പാട്ട് പാടും. പാടണ്ട സുജി. അയ്യോ, മിനി പാടണ്ട. സുജാതയും പാടുന്നില്ല. അങ്ങനെ ഞങ്ങളെ കൊച്ചാക്കിയാലോ? പാടുമോ ഇല്ലയോ എന്ന് സുജാതയാണ് പറയേണ്ടത്. സുജാതയുടെ ഇരിപ്പ് കണ്ടാൽ ചിലപ്പോ പാടുമെന്നാ തോന്നുന്നത്. സുജാതയ്ക്ക് വേണ്ടി ഇപ്പൊ ഞാനാണ് പറയുന്നത്. അവള് പാടുന്നില്ല. സുജാതയുടെ സെക്രട്ടറി പറഞ്ഞ സ്ഥിതിക്ക് ഇനി പാടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ആനന്ദത്തിന് വേണ്ടി ഞാൻ പാടാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്റെ പാട്ട് ഒഴിവാക്കി തരുന്നതാണ് നല്ലത്. ഐ കൻ ഗിവ് യു 3 chances. 1, 2, 3. മിനി എന്തിനാ വിഷമിക്കുന്നത്? ഞാനെന്ന് കരഞ്ഞപ്പോ മിനിയല്ലേ എന്നെ സമാധാനിപ്പിച്ചത്? എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ അയാളോട് പകരം വിട്ടു. നീ എനിക്ക് അയാളുടെ വീട്ടു അഡ്രസ് ഒന്ന് വാങ്ങിച്ചു തരാമോ? എന്തിനാ? അത് ഞാൻ കാണിച്ചു തരാം. നീ വാങ്ങിച്ചു തരാമോ? ഞാനെങ്ങനെ വാങ്ങാനാ? നീ പ്രിയോട് പറഞ്ഞാ മതി, അവള് തരും.
ശരി. പ്രിയേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ ഇങ്ങോട്ടൊന്നും ചോദിക്കാൻ സാധിച്ചു തരാമോ? എന്താ കാര്യം? എനിക്ക് ഗണേഷിന്റെ വീട്ടഡ്രസ്സും തരാമോ? ആ, ഗണേശന്റെ അഡ്രസ്സോ? നിനക്കോ? എന്താ കാര്യം? ആ, എന്നോടൊന്നും ചോദിക്കരുതെന്നല്ലേ പറഞ്ഞത്? ശരി, ചോദിക്കുന്നില്ല. അഡ്രസ് ഞാൻ തരാം. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ വല്ലതും സംഭവിച്ചാൽ കമ്മീഷൻ എനിക്ക് തരണം. ഓ, സമയം ഒരുപാടായി. വരൂ. എന്താ, എഴുതി തീർന്നില്ലേ? 1 മണിക്കൂറായല്ലോ തുടങ്ങിയിട്ട്. എഴുതിയാലും തീരില്ലേ? ബാക്കി എന്തും തീരും, പക്ഷേ ഇതങ്ങനെ തീരില്ല. കാരണം ഇത് നിന്റെ മകന് മാസാമാസം അയച്ചു കൊടുക്കുന്ന കാശിന്റെ കണക്കാ. ഏത് നേരവും അവനെ കുറ്റം പറയാനല്ലേ നിങ്ങൾക്ക് തോന്നാറുള്ളൂ? കുറ്റങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. ഈ മാസം അവൻ എത്ര രൂപ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? എനിക്കറിയണ്ട. നീയും അറിയണം. നീ അവന്റെ അമ്മയിൽ. ഇത് നോക്കിയേ, 2500 രൂപ ഇതിനകം അയച്ചു കഴിഞ്ഞു. അതുകൂടാതെ ഇന്നത്തെ ലെറ്റർ 300 രൂപയ്ക്ക്. ശരി, അയച്ചു കൊടുക്കാം. പഠിച്ചൊന്ന് പാസ്സായി വന്നാ മതിയായിരുന്നു. ഇത് മഹത്തായ 7ാമത്തെ വർഷം ആ പഠനം തുടങ്ങുന്നത്. എന്ന് പറഞ്ഞ ബേബിയുടെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അവൻ എഴുതാറുണ്ടല്ലോ, അവന് പഠിക്കാൻ നേരമില്ല, കളിക്കാനേ നേരമുള്ളെന്ന്. എടി, അവന് കളിക്കാനാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു കോട്ടുണ്ടാക്കി കൊടുക്കുമായിരുന്നല്ലോ. എന്തിനാ അവൻ ഇത്ര പാടുപെട്ട് മെഡിക്കൽ കോളേജിൽ പോയി ബുദ്ധിമുട്ടുന്നത്? നിന്നെ പോലെയുള്ള അമ്മ തന്നെ അവന് ആവശ്യം. എന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാമല്ലോ. എന്തെങ്കിലും ആട്ടെ, ആണും പെണ്ണുമായിട്ട് ഒന്നല്ലേ ഉള്ളൂ. അത് രക്ഷയായി. ഇത്തരത്തിലുള്ള സാധനം ഒന്നും മതിയല്ലോ. കിടന്നുറങ്ങാൻ നോക്കിയട്ടെ, ഏത് നേരം അവന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. പാട്ട് കുറച്ച് ബോറായി പോയി ഗണേഷ്. ഡോക്ടർമാർക്ക് ഇങ്ങനെ ഒരു പക വേണോ? സംഭവം ഇത്ര ബോറായി പോകുന്ന ഞാനും കരുതിയില്ല. ഏതായാലും പ്രിൻസിപ്പൽ സസ്പെൻഷൻ ചെയ്ത് രക്ഷപ്പെട്ടു. ആ, ഗണേഷിനോട് ചോദിക്കാതെ ഗണേഷിന്റെ വീട്ട് അഡ്രസ് ഞാൻ ഒരാൾക്ക് കൊടുത്തു. ആർക്ക്? സുജാതയ്ക്ക്. ആ പാടുന്നു വെച്ചു. ആ കുട്ടിക്ക് എന്തിനാ എന്റെ അഡ്രസ്? ആവോ, ആർക്കറിയാം. ഇന്നത്തെ ശത്രുക്കൾ നാളത്തെ മിത്രങ്ങളല്ലേ. ഗണേഷിന് അവൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു.